പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ഉമ്മ വാപ്പ, ഭാര്യയുടെ ഉമ്മ വാപ്പ, ഇതൊക്കെ ചേർന്ന സന്തോഷമുള്ള കുടുംബജീവിതം, അത് സ്വർഗത്തിൽ. അങ്ങനെ ജീവിച്ചവർക്ക് എന്ത് കിട്ടും? ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ. ഇവിടുന്ന് സന്തോഷത്തോടു കൂടെ ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാര് സ്വർഗത്തിലും ഇണകളായി, സ്വർഗത്തിലും ഇണകളായി. ഹും വഅസ്വാജുഹും, അവരും അവരെ ഇണകളും, ഫീ ളിലാലിൻ, സ്വർഗത്തിന്റെ തണൽ മരച്ചുവട്ടിൽ, സ്വർഗത്തിന്റെ തണൽ മരച്ചുവട്ടിൽ, അലൽ അറായിക്ക്, നല്ല ചാരി കസേരയിൽ, മുത്തഖിഊൻ, ഓലിങ്ങനെ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ചാരി ഇരിക്ക. എന്താ ഈ ഇണകള്? അപ്പൊ നിങ്ങള് ബേജാറാകണ്ട, പഠിച്ചോനെ ആ വേഷത്തിൽ തള്ള തന്നെ ആയിരിക്കും സ്വർഗത്തിലും. ആ വേഷത്തിൽ മാമണ്ടല്ല, പഠിച്ചാനെ പല്ലൊന്ന് പോയി മറ്റേ പല്ലിങ്ങനെ പൊന്തിയിട്ട് ഇവിടെ തന്നെയാണ് സ്വർഗത്തിൽ വിചാരിക്കേണ്ട. സ്വർഗത്തില് ആണുങ്ങൾക്കൊക്കെ ഒരു 25-30 ഇടക്ക്, പെണ്ണുങ്ങൾക്കൊക്കെ ഒരു 18-20 ഇടക്ക്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ ഇവിടുത്തെ 75, 80, 90 ഒക്കെ ആയിട്ട് മരിച്ചവരുണ്ടല്ലോ, കബറിന്ന് എഴുന്നേറ്റ് സിറാത്ത് പാലാണ് അക്കരെ കടന്നാൽ അവിടെ മാവുൽ ഹയാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കുളമുണ്ട്. ആ കുളത്തുനിന്ന് കുളിച്ചിട്ട് കയറുന്നതോടുകൂടെ പെൺകുട്ടികളൊക്കെ വയസ്സ് 25 ഇടക്ക്, 15-25 ഇടക്ക്, ആണുങ്ങളൊക്കെ എങ്ങനെ ഒരു 25-30 ഇടക്ക്. എന്താ പുതിയാപ്പളുടെ ഉഷാറ്, എന്താ പുതിയണ്ണന്റെ ഉഷാറ്. ഹും വഅസ്വാജുഹും, അവരും അവരെ ഭാര്യമാരും ഇണകളും, ഫീ ളിലാലിൻ, നല്ല പാർക്കല്, അലൽ അറായിക്കി, നല്ല ചാരികസേരിയിൽ. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ, ഇഷ്ടപ്പെട്ട പഴം, ഇഷ്ടപ്പെട്ട മാംസം, ഇഷ്ടപ്പെട്ട അല്ലാഹ്, എന്താ വരുന്ന വരവ്. ആ ഇരുത്തങ്ങനെ ഇരിക്കുമ്പോ അള്ളാന്റെ ഭാഗത്തുനിന്ന് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. മക്കളെ, ഭാര്യ ഭർത്താക്കന്മാര് പിണങ്ങല്ലേ, പിണങ്ങിയവരുണ്ടെങ്കിൽ വേഗത്തിൽ ഇണങ്ങ, വാശിക്ക് നിൽക്കല്ലേ, വക്കാണത്തിന് നിൽക്കല്ലേ. കുടുംബത്തിലെ മുതിർന്നവരെ കുട്ടികളുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അത് പറഞ്ഞ് നന്നാക്കി അത് വലുതാക്കല്ലേ. രണ്ട് വാപ്പാരും കൂടാണ്ട് ഇടപെട്ടിങ്ങാണ്ട് നമ്മളാണ് വലുതാക്കാൻ നിൽക്കണ്ട, സോൾവ് ആക്കാം, പരിഹരിക്കാം. മനുഷ്യ സഹജമായിട്ട് എന്തുണ്ടാകും? കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ? അതൊക്കെ എന്ത് ചെയ്യാ? പറഞ്ഞു നന്നാക്കാം. അള്ളാന്റെ റസൂല് റഹ്മത്താണ്, അള്ളാന്റെ റസൂല് റഹ്മത്താണ്. ഞാൻ നിലമ്പൂരാണ് നാട്, നമ്മളവിടെ സ്ഥാപനമുണ്ട്, നിലമ്പൂര് മജ്മഅ അക്കാദമി. 3000 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം. 40 കുട്ടികളെ കൊണ്ട് നമ്മളൊരു ഓലഷെഡിൽ തുടങ്ങിയതാ. അള്ളാഹു അനുഗ്രഹിച്ചിട്ട് ഇപ്പം 3000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 510 കുട്ടികൾ സ്ഥാപനത്തിന്റെ വക പഠിക്കാണ്. ഖുർആൻ ഇഫ്ളാക്കുന്ന കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാം. 110 പെൺകുട്ടികളുണ്ട്, 400 ആൺകുട്ടികളുണ്ട്. അത് നമ്മൾ പഠിപ്പിക്കാണ്. മുത്താലിമീങ്ങൾ ഇഫ്ള കോളേജൊക്കെ ആയിട്ട്. അതിന്റെ കീഴിൽ നമ്മൾ ആ നിലമ്പൂരിന്റെ എല്ലാ കാട്ടിന്റെ ഉള്ളിലും ഏരിയകളിലും ഒക്കെ പള്ളി ഉണ്ടാക്കി. 108 പള്ളിയുണ്ട്. ഞാൻ 108 പള്ളിന്റെ പ്രസിഡന്റാണ്. എനിക്ക് വർത്താനം എന്നും ഉണ്ടാവും. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം നാട്ടിൽ നിന്ന് കേസ് തീർക്കലാ പണി. എന്ത് കേസ്? മാപ്പിളയും പെണ്ണുങ്ങളുള്ള കേസ്, ഏട്ടനും അനുസനും കേസ്, അതിര് തർക്കത്തിന്റെ കേസ്, സ്വത്ത് തർക്കത്തിന്റെ കേസ്. ഒരു പെണ്ണുങ്ങളും മാപ്പിളയും കൂടി വന്നിൻ്റെ അടുത്ത് കേസ് പറയാൻ. അപ്പൊ നോക്കുമ്പോ ഈ പെണ്ണുങ്ങൾ കുറച്ച് വർത്താനക്കാരിക്കാം. ഓള് ഭയങ്കര വർത്താനം. ഇവളെ വർത്താനം ഇങ്ങനെ ഓവറായപ്പോ മാപ്പിള സാധു ഓൻ പറഞ്ഞു, ഉസ്താദെ ഇവളിങ്ങനെ വർത്താനം പറയുകയാണെങ്കിൽ ഓളെ കാര്യം ഞാനാണ്ട് ഒഴിവാക്കി കൊടുത്തോളാം, എനിക്ക് നഷ്ടപരിഹാരം തന്നാ മതിയോ. അപ്പൊ ഇവള് പറഞ്ഞു, നഷ്ടപരിഹാരം നിങ്ങൾക്കല്ല, നിങ്ങളെ കൂർക്കമ്പലി സഹിച്ചിനി എനിക്കതെന്റെ. അല്ലാ, നോക്കിങ്ങൾ കൂർക്കമ്പലി സഹിച്ചിന് ഓക്കാൾ കൊടുക്കേണ്ടി വരും. തമ്മ് തെറ്റുമ്പോഴാണ് ഈ കൂർക്കമ്പലി നഷ്ടപരിഹാരമാകുന്നത്. നല്ല നിലക്ക് നിൽക്കുന്ന സമയത്ത് മൂപ്പരിങ്ങനെ വലിച്ചുമ്പോ ആ കൂർക്കമ്പലിന്റെ മ്യൂസിക്കലാ ഓളം ഉറങ്ങലെന്നെ. ഒരു ദിവസം കൂർക്കം വലിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും, പഠിച്ചോനെ ഇയാൾക്ക് അനക്കൊന്നും കാണുന്നില്ല, വല്ലോ പറ്റിയാവോ. അങ്ങനത്തെ തമ്മിൽ സന്തോഷമാകുമ്പോ ഒക്കെ നല്ലത് തന്നെയാക്കാനും, കുറ്റാകുമ്പോ പിന്നെ എന്താകും? ഒക്കെ കുറ്റം തന്നെയാവും. അതുകൊണ്ട് ആരും കുറ്റത്തിന് നിൽക്കലല്ല. ഫാത്തിമ ബീബിനെയും അലി തങ്ങളെയും കൂടി റസൂലുള്ള കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് ഫാത്തിമോ എന്ന് റസൂലുള്ള വിളിച്ചു. ഉപ്പ എന്തേന്ന് വെച്ചു. ഞാൻ എനിക്കൊരു കല്യാണം ഉണ്ടാക്കുകയാണ് എന്ന്. 31 പറഞ്ഞില്ല ഫാത്തിമ. അലിയാരാണ് പുതിയാപ്പിള.
അപ്പൊ ഉള്ളിലിങ്ങനെ ഒരു ചിരി റസൂലുള്ളാഹി ശ്രദ്ധിച്ചു. അതാണ് ഒരു പെണ്ണിന്റെ ഹയാ. ഇല്ലേ? റസൂലുള്ളാഹി അലിയാരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അലിയാരിയും അലിയാരിയും ഫാത്തിമോനെ കല്യാണം കഴിപ്പിച്ചിട്ട് റസൂലുള്ളാഹി നടുവിലിരുന്നു. ഫാത്തിമ ഉപ്പുറത്തും അലിയാർ ഇപ്പുറത്തും. രണ്ടാളെയും ചുമലിങ്ങനെ കൈവച്ചിട്ട് റസൂലുള്ളാഹി ഓൽക്ക് രണ്ടാൾക്കും ഉപദേശം കൊടുത്തു. രണ്ടാളെയും സന്തോഷിപ്പിച്ചു. രണ്ടാളെയും ഇണ ചേർത്തു. അങ്ങനെ രണ്ടാളെയും കൂടെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് റസൂലുള്ളാഹി കല്യാണം കഴിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹു പുറത്തെന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയി. അലിയാർ തിരിച്ചു വന്ന് ഗേറ്റിങ്ങിൽ എത്തുമ്പോത്തിന് ഫാത്തിമ ബീബി എവിടെ എത്തും? സിറ്റ് ഔട്ടിൽ വരും. നമ്മളെ ഭാഷയിൽ അലിയാരിന് വരുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പൊ അലിയാരിന് വരും സലാം വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒന്ന് ചുംബിക്കും ഫാത്തിമ ബീബി. അലിയാരി എപ്പോ പുറത്തു പോയാലും വരുമ്പം ഒന്ന് ചുംബിച്ചിട്ട് അകത്തേക്ക് കയറ്റിയിരുത്തും. അതാണ് ഒരു ഭാര്യയും ഭർത്താവും. സംഗതി യേശുദാസ് ആണെങ്കിലും പാടിയത് നല്ല പാട്ടാണ്. പൂമുഖവാതിൽക്കൽ പുഞ്ചിരി വിടർത്തുന്ന പൂന്തന്നലല്ലയോ ഭാര്യ. എന്താ പാട്ട്! ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട മക്കളെ, നമ്മളെ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇണയും തുണയുമാണ്. വല്യമ്മയും വല്യപ്പയും നല്ല സന്തോഷത്തിൽ നിൽക്കണത് വാപ്പിയമ്മയും കാണണം. വാപ്പിയമ്മയും സന്തോഷത്തിൽ നിൽക്കണത് മക്കൾ കാണണം. അപ്പോഴാണ് നമ്മളെ കുട്ടികളെടുത്ത് അത് ഉണ്ടാകുക. ഒക്കെ ഇങ്ങനെ കണ്ടോ നോക്കിക്കോ, ദേഷ്യം പിടിച്ചിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ട് കാണീനൊക്കെ ദേഷ്യപ്പെട്ടിട്ടും അതല്ല ജീവിതം. ഞാൻ നിർത്തി. ഹബീബുന മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പരിശുദ്ധ റബീഉൽ അവ്വലിലെ റഹ്മത്ത് അത് നമ്മുടെ ജീവിതത്തിലാണ്. മുത്തുനബിനെ നല്ലോണം മഹബത്ത് വെക്കണം. ഹുബ്ബുൻ നബിയ്യി വഹുബ്ബുൽ ആലി റുക്നാനി ലാ ഫർഖ ബൈനഹുമാ യാ അഹ്ല ഈമാനി. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെയും നമ്മൾ മഹബത്ത് വെച്ചിട്ട് ഉമ്മാനോട് വാപ്പാനോട് ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് ആ വല്ലാത്ത ഒരു മനസ്സറിഞ്ഞ ഒരു മഹബത്ത് കൊണ്ട് പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് മറന്ന് അങ്ങനെ നല്ല ജീവിതം. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ഖൈറ് തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ റാഹത്ത് തരണേ അല്ലാ.